മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല, SIP ഒക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് എന്ന മെന്റാലിറ്റിയിലാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ടിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക. റീസെന്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരു റിസർച്ച് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേമിൽ ചെറിയ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സിനൊക്കെ ലോങ് ടേമിൽ നല്ല രീതിയിലുള്ള ഹെവി റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ 5 വർഷത്തിൽ 8% താഴെ റിട്ടേൺസ് കിട്ടിയ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും 10 വർഷത്തെ ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ എബോവ് 18% റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 5 വർഷത്തിൽ 8% എബോവ് റിട്ടേൺസ് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും 10 വർഷത്തെ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ റിട്ടേൺസ് വളരെ കുറവാണ്. ഇപ്പോഴുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ റീസെന്റ് SIP സ്റ്റാർട്ട് ചെയ്ത എല്ലാവരുടെയും റിട്ടേൺസ് എന്ന് പറയുന്നത് വളരെ കുറവോ അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ SIPs ഒക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തേക്കാമെന്നുള്ള ഡിസിഷൻ പല ഇൻവെസ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിന്റെ ഒരു ഫ്ലക്ച്വേഷൻസ് കണ്ട് പാനിക് ആവരുത്. കാരണം ആദ്യത്തെ 5 വർഷത്തെ നിങ്ങളുടെ റിട്ടേൺസ് കുറവായെന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഇൻ ലോങ് ടൈം നിങ്ങളുടെ SIPs നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവുകയും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റും കിട്ടാൻ സാധ്യതയുണ്ട്.